ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് പേപ്പറിലേക്ക് കടക്കുകയാണ്. 50 ചോദ്യങ്ങളുള്ള ടെസ്റ്റ് പേപ്പറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം എന്തെങ്കിലും സംസാരിച്ച് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് കളയാനില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വെർബ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട് ഡാഷ് പ്രസൻറ്റ്. എ വേർ പ്രസൻറ്റ്, ആർ പ്രസൻറ്റ്, ഡു പ്രസൻറ്റ്, ഈസ് പ്രസൻറ്റ്. ഉത്തരം പെട്ടെന്ന് എഴുതുക. ഈസ് പ്രസൻറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. മർഡർ ഓഫ് കിങ്. മർഡർ ഓഫ് കിങ്ങിൻ്റെ വൺ വേർഡ് റെജിസൈഡ്, ജിനോസൈഡ്, പാട്രിസൈഡ്, അസാസിനേഷൻ. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ്റെ ഒന്നെന്ന് എഴുതിയിട്ട് ഉത്തരം എഴുതുക, രണ്ടെന്ന് എഴുതിയിട്ട് ഉത്തരം എഴുതുക. ഒന്നിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുന്നത് ശരിയാണോ നോക്കുക. ഒന്നിൻ്റെ ഉത്തരം ഈസ് പ്രസൻറ്റ്. ആസ്വല്ലാസിന് മുമ്പുള്ളത് കൃഷ്ണ 1 ആയതുകൊണ്ട്. മർഡർ ഓഫ് കിങ് അതിൻ്റെ വൺ വേർഡ് റെജിസൈഡ് എന്നാണ്. റെജിസൈഡ്, ജിനോസൈഡ് മനുഷ്യ വർഗത്തെ നശിപ്പിക്കുക, പാട്രിസൈഡ് അച്ഛനെ കൊല്ലുക, അസാസിനേഷൻ രാഷ്ട്രീയ കൊലപാതകം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്യുനൈൻ ഈസ് ഡാഷ് ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കാൾഡ് സിങ്കോണ. ബാർക്ക് അതിൻ്റെ തൊലി. അപ്പോൾ ക്യുനൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സിങ്കോണയിൽ നിന്നാണ്, സിങ്കോണയുടെ തൊലിയിൽ നിന്നാണ്. ഓപ്ഷൻ എ മെയ്ഡ് ഓഫ്, ബി മെയ്ഡ് ഫ്രം, സി മെയ്ഡ് വിത്ത്, ഡി മെയ്ഡ് ബൈ. അപ്പോൾ മൂന്നിൻ്റെ ഉത്തരം ക്യുനൈൻ ഈസ് മെയ്ഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കാൾഡ് സിങ്കോണ. മെയ്ഡ് ഫ്രം. ദ ഡോർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്, ദ ജ്യൂസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. അതാണ് ഈ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹർ അങ്കിൾ. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ എഴുതാനാണ്. ഓപ്ഷൻ എ വിച്ച്, ബി ഹൂ, സി ഹും, ഡി ദാറ്റ്. അപ്പോൾ ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ, ഇതിൻ്റെ ഉത്തരം ദ മാൻ ഹൂ കെയിം യെസ്റ്റർഡേ, റിലേറ്റീവ് പ്രോനൗൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആക്റ്റീവേഴ്സും പാസീവേഴ്സും ആണ്. ചോദ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, 4 ഓപ്ഷൻസ് കൂടെ എഴുതിയിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് ഓപ്ഷൻ എഴുതാതെ അറിയാമല്ലോ. ആൻ എഞ്ചിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ആൻ എഞ്ചിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. എൻ്റെ ഉത്തരം എല്ലാവരും ബുക്കിൽ എഴുതൂ. ഞാൻ സമയം തരികയാണ്. നിങ്ങൾ ആദ്യം ആൻ എഞ്ചിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ എന്ന് എഴുതിയിട്ട് ദ ഫാൻ കൊണ്ട് വാക്യം തുടങ്ങണം. ദ ഫാൻ കൊണ്ട് നിങ്ങൾ വാക്യം തുടങ്ങണം. ദ ഫാൻ കൊണ്ട് വാക്യം തുടങ്ങണം. ദ ഫാൻ. ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞുതരും. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ. ഒരിക്കോടെ. The fan is rotated by an engine. Is rotated എവിടെ നിന്ന് കിട്ടി? റൊട്ടേറ്റ്, റൊട്ടേറ്റഡ്, റൊട്ടേറ്റഡ്. റൊട്ടേറ്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ വരി ആയതുകൊണ്ട് ഈസാറാം. ദ ഫാൻ കഴിഞ്ഞ ഉടനെ ഈസാറാം. റൊട്ടേറ്റിൻ്റെ മൂന്നാമത്തെ രൂപം റൊട്ടേറ്റഡ്. അപ്പോൾ ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ. ഉത്തരം ശരിയാണെങ്കിൽ ശരി ഇടുക. എൻ്റെ കുട്ടികൾ ശരിയായി കാണും. ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ പലരും. ആറാമത്തെ ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ എഴുതാനാണ്. ഡാഷ് ഗംഗ ഈസ് എ സേക്രഡ് റിവർ. അവിടെ എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ദ അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോ. ഇവിടെ ആറിൻ്റെ ഉത്തരം ദ ഗംഗ, ദ ബ്രഹ്മപുത്ര, ദ ഗേഞ്ചസ്. അപ്പോൾ ഉത്തരം ആറിൻ്റെ ഉത്തരം ദയാണ്. ആറിൻ്റെ ഉത്തരം. അപ്പോൾ 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡു നോട്ട് ലാഫ് ഡാഷ് ദ പുവർ. അവിടെ എ ടു, ബി അറ്റ്, ഓൺ, ഇൻ. ഡു നോട്ട് ലാഫ് ഡാഷ് ദ പുവർ. ഉത്തരം കിട്ടിയാൽ നോക്കൂ. എഴുതിയോ? ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഡു നോട്ട് ലാഫ് അറ്റ്. ലാഫ് അറ്റ് കളിയാക്കുക. ലാഫ് അറ്റിൻ്റെ അർത്ഥം കളിയാക്കുക. വെർബൽ ഫ്രേസാണ്. ദ പുവർ പാവങ്ങൾ. ദ പുവർ ആർ, ദ റിച്ച് ആർ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ദ പുവർ ആർ, ദ റിച്ച് ആർ. ക്വസ്റ്റ്യൻ 8 രസം. ട്രാവലോഗ് എന്ന വാക്കിൻ്റെ 4 സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബുക്കിൽ ട്രാവലോഗ് എന്ന് എഴുതൂ. യാത്രാ വിവരണം ട്രാവലോഗ്. എല്ലാവരും ബുക്കിൽ ട്രാവലോഗ് എന്ന് എഴുതൂ. 4 എണ്ണം ഉണ്ട് ഇവിടെ. ഒരു വാക്കിൻ്റെ തന്നെ ട്രാവലോഗ്. ട്രാവലോഗ് എന്നുള്ള സ്പെല്ലിംഗ് ആണ് നിങ്ങൾ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. TRAVE LOGUE. ഇതെഴുതിയവർക്ക് ശരി. ട്രാവലോഗ്. TRAVELOGUE. ട്രാവലോഗ്. യാത്രാ വിവരണം എന്നുള്ള അർത്ഥം ട്രാവലോഗ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്രൊപ്പല്ലർ
ഈസ് എ കൈൻഡ് ഓഫ് ഫാൻ വിച്ച് 2 or dash blades. ഉത്തരം എ മോർ, ബി മച്ച്, സി മോസ്റ്റ്, ഡി മച്ച് മോർ. എ പ്രൊപ്പല്ലർ ഈസ് എ കൈൻഡ് ഓഫ് ഫാൻ വിത്ത് 2 or dash blades. 2 or more blades ആണ് ഉത്തരം. 2 or more. 2 or more. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ടി എ ടി എന്നുള്ളതിൻ്റെ ബഹുവചനം. ടി എ ടി എന്നുള്ളതിൻ്റെ ബഹുവചനം ടീസ്. ആദ്യം ടി, ടീസ്, ടി ഇ എസ്, ടി ഐ ഇ എസ്, ടീസ്. ഇതിനൊരെണ്ണം ശരി. ടി എ ടി എന്നുള്ളതിൻ്റെ ബഹുവചനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ടി എന്നുള്ളതിൻ്റെ ബഹുവചനം ടീസ്, ടി ഇ എ എസ് ആണ് ഉത്തരം. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, വെയിറ്റ് ഹിയർ അണ്ടിൽ ഹി ഡാഷ്. അവൻ വരുന്നവരും ഇവിടെ കാത്തു നിൽക്കാൻ. വെയിറ്റ് ഹിയർ അണ്ടിൽ വരെ, ഹി ഡാഷ്, അണ്ടിൽ ഹി കം, അണ്ടിൽ ഹി കംസ്, എ കം, ബി കംസ്, സി ഡസ് നോട്ട് കംസ്. ബാക്കി അങ്ങോട്ട് എഴുതിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിലൊരെണ്ണം ശരി. വെയിറ്റ് ഹിയർ അണ്ടിൽ ഹി ഡാഷ്, ഉത്തരം എഴുതാൻ പോവുകയാണ്. വെയിറ്റ് ഹിയർ അണ്ടിൽ ഹി കംസ് ആണ് ഉത്തരം. COMES, കംസ് ആണ് ഉത്തരം. അങ്ങനെ നമ്മൾ 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ തുടക്കത്തിലേ പറയാം. ഈ ക്വസ്റ്റ്യൻ 87/2016 87/2016 PSCയുടെ അതേ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 87/2016 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 12ലേക്ക് പോവുക. 12 ഓപ്പോസിറ്റ് എഴുതാനാണ്. സോവറിൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ്. സോവറിൻ്റെ ഓപ്പോസിറ്റ് മൊണാർക്ക്, ഓട്ടോക്രാറ്റ്, സി സുപ്രീം, ഡി സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്, സുപ്രീം. സോവറിൻ എന്നുള്ള വാക്ക്, സോവറിൻ എന്ന് വെച്ചാൽ പരമാധികാരം. സോവറിൻ ഹെഡാണ് പ്രസിഡന്റ്. സോവറിൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ. മൊണാർക്കാണോ, ഓട്ടോക്രാറ്റ് ആണോ, സുപ്രീം ആണോ, സബോർഡിനേറ്റ് ആണോ? 12ന്റെ ഉത്തരം സബോർഡിനേറ്റ് എന്നാണ്. സബോർഡിനേറ്റ് എന്ന് വെച്ചാൽ കീഴുദ്യോഗസ്ഥൻ. സോവറിൻ എന്ന് വെച്ചാൽ ഏറ്റവും പരമാധികാരി. അപ്പോൾ സോവറിൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് സബോർഡിനേറ്റ് ആണ്. സബോർഡിനേറ്റ് ഇവിടെ കഴിഞ്ഞു. സബോർഡിനേറ്റ്. അടുത്തത്, ദ യങ് വൺ ഓഫ് എ ഡിയർ ഈസ് കാൾഡ്. മാനിൻ്റെ കുട്ടിക്ക് പറയുന്ന പേരെന്ത്? മാനിൻ്റെ കുട്ടിക്ക് പറയുന്ന പേര് എ ഫൗൾ. ഇത് ഫൗൾ, ഇങ്ങനെ മലയാളത്തിൽ കൂടി എഴുതി ചെക്ക് ചെയ്യാം. ഫൗൾ. അതിൽ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോൺ. ഫോൺ ഇങ്ങനെ, ഫോൺ, കാഫ്, കിഡ്. മാൻകുട്ടിക്ക് പറയുന്ന പേരെന്ത്? FOAL ഫോൾ ആണോ, ഫോൺ FAWN ഫോൺ ആണോ, കാഫ് ആണോ, കിഡ് ആണോ? 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ദ യങ് വൺ ഓഫ് എ ഡിയർ ഈസ് കാൾഡ്. ഉത്തരം ഫോൺ എന്നാണ്. യങ് ഡിയർ, ഫോൺ. ഉത്തരം ഫോൺ ആണ് ഉത്തരം. ഇനി ഫോൾ എന്താണെന്ന് നോക്കാം. ഫോൾ എന്ന് പറയുന്നത് യങ് വൺ ഓഫ് എ ഹോഴ്സ് ഓർ ആസ്. ഇതാണ് യങ് വൺ ഓഫ് എ ഹോഴ്സ് ഓർ ആസ്, അത് ഫൗൾ. കാഫ്, കൗ ആൻഡ് കാഫ്, പശുവിൻ്റെ കുട്ടി. കാഫ്. കിഡ്, ആട്ടിൻ്റെത്, ഗോട്ട്സ്, GOAT. ആട്ടിൻകുട്ടിക്കാണ് കിഡ് എന്ന് പറയുന്നത്, കിഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് വാക്കെടുത്ത് എഴുതാനാണ്. ദ ക്യാറ്റ് റാൻ ആൻഡ് ഡാഷ് ദ റാറ്റ്. ദ ക്യാറ്റ് റാൻ, സീസ്ഡ്, CASED, SIZED, SEIZED, CAUSED. ദ ക്യാറ്റ് റാൻ ആൻഡ് ഡാഷ് ദ റാറ്റ്. ദ ക്യാറ്റ് റാൻ. സീസ്ഡ് എന്നുള്ള വാക്കാണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ 14ന്റെ ഉത്തരം ഞാൻ പറയുകയാണ്. സീസ്ഡ്, പിടിച്ചു. SEIZED, സീസ് പിടിക്കുക, സീസ്ഡ് പിടിച്ചു. ഇവിടെ CAC, സീസ് സ്റ്റോപ്പ്, സീസ് ഫയർ, വെടിനിർത്തൽ. അപ്പോൾ സീസ്ഡ്, സീസ് പിടിക്കുക, സീസ്ഡ് പിടിച്ചു. ഈ സീസ് നിർത്തുക, സീസ് ഫയർ, വെടിനിർത്തുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം ഹെൽത്തി. ഓപ്ഷൻ ഇല്ല എൻ്റെ കുട്ടികൾക്ക്. ഐ ആം ഹെൽത്തി ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം ഹെൽത്തി ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവരും എഴുതി വയ്ക്കൂ. ഐ ആം ഹെൽത്തി ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം ഹെൽത്തിയുടെ ക്വസ്റ്റ്യൻ ടാഗ് പറയട്ടെ. 6ന്റെ I എഴുതിയൊരു മാർക്ക് എടുക്കുക. 6ന്റെ I. അടുത്തത്, ഹി ഹയേഴ്സ് എ ബുക്ക്. ഹി ഹയേഴ്സ് എ ബുക്കിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതാനാണ്. ഓപ്ഷൻ തന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, രാജു
പ്ലേസ് ക്രിക്കറ്റ്, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് രാജു ഹാർഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഹാസിൻ്റെ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാർഡ്, പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാനാണ്. വെന്റ് പോയി, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാർഡ് ഗോൺ. അപ്പോൾ ഇവിടെ ഹി ഹയേഴ്സ് എ ബുക്ക്, എല്ലാവരും സ്വന്തമായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് എഴുതൂ. ഹി ഹയേഴ്സ് എ ബുക്കിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഹയർ. അപ്പോൾ ഇതിനാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത് എങ്ങനെ, ഹയർ ഹയേർഡ് ഹയേർഡ്, ഓർമ്മയുണ്ടോ? സീസ്ഡ് സീസ്ഡ്, ഇത് പഠിപ്പിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. ഹി ഹയേഴ്സ് എ ബുക്ക്, അവനൊരു ബുക്ക്, ഒരു പുസ്തകം വാടകയ്ക്ക് എടുക്കുന്നു അല്ലെങ്കിൽ പുസ്തകം വാങ്ങുന്നു. ഹി ഹയേഴ്സ് എ ബുക്കിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഹി ഹാർഡ് ഹയേർഡ് എ ബുക്ക്. ഉത്തരം ഹി ഹാർഡ് ഹയേർഡ്, HIRD, ഹയേർഡ് എ ബുക്ക്. ഹി ഹാർഡ് ഹയേർഡ് എ ബുക്ക്, ഹി ഹാർഡ് ഹയേർഡ് എ ബുക്കാണ് ഉത്തരം. ഹി ഹാർഡ് ഹയേർഡ് എ ബുക്ക്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഹിം, അവന് ബാക്ക് വാസ് അൺതിങ്കബിൾ. ഫോർ ഹിം ഡാഷ് ബാക്ക്, തിരിച്ചു വരിക എന്നുള്ളതിന്, തിരിച്ച് തുഴഞ്ഞു വരിക എന്നുള്ളതിന് അവന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഫോർ ഹിം ടു സെയിൽ, ഫോർ ഹിം സെയിൽ, ഫോർ ഹിം സെയിലിംഗ്, ഫോർ ഹിം സെയിൽഡ്. ഉത്തരം നോക്കൂ. ഫോർ ഹിം ടു സെയിൽ ആണ് ശരി. ടു സെയിൽ, ടു SAIL, ഫോർ ഹിം ടു സെയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 17 ക്വസ്റ്റ്യനിൽ കഴിഞ്ഞു. നമുക്ക് 50 ക്വസ്റ്റ്യനാണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. സ്റ്റോം കൊടുക്കാറ്റ്, കൊടുങ്കാറ്റിന് ശേഷം ഞങ്ങൾ ടെലിഫോൺ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എ വി ഷുഡ് നോട്ട് യൂസ്, മൈറ്റ് നോട്ട് യൂസ്, വുഡ് നോട്ട് യൂസ്, കുഡ് നോട്ട് യൂസ്. ഇതിൽ പറഞ്ഞാൽ ശരി. വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. കൊടുങ്കാറ്റിന് ശേഷം ഞങ്ങൾക്ക് ടെലിഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ് ശരി? ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. 18. നിങ്ങൾ ഉത്തരം എഴുതി കാണും. 18 വി കുഡ് നോട്ട് യൂസ്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. വി കുഡ് യൂസ്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. വി കുഡ് നോട്ട്, ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത 19 സെറീൻ. ഈ സെറീൻ എന്ന വാക്കിൻ്റെ സെയിം മീനിങ് എഴുതാനാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടിക്ക് കിട്ടിയില്ല. SEREN, സെറീൻ. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടുമെന്ന് നോക്കാം. സെറീൻ എന്ന് വെച്ചാൽ മീക്ക്, MEAK, മീക്ക്, കാം, ഫീബിൾ. അടുത്തത് സോളം, SOLEM, സോളം, ഗൗരവമുള്ള. സെറീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എത്ര പേർക്ക് ശരിയായിട്ടുണ്ട്? മീക്കാണോ? MEAK, മീക്ക്, വിനയമുള്ള. മീക്ക്, കാം, ഫീബിൾ, സോളം. സോളം. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. സെറീൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാം, ശാന്തമായ, അല്ലെങ്കിൽ പ്ലാസിഡ്, PLACID, പ്ലാസിഡ്, കാം, ശാന്തമായ. സെറീൻ അറ്റ്മോസ്ഫിയർ, കാം അറ്റ്മോസ്ഫിയർ, സെറീൻ. അടുത്ത 20ൻ്റെ ചോദ്യമേ തന്നിട്ടുള്ള ഉത്തരവില്ല. ഷീ സെറ്റ് ആർ യു റെഡി? വീട്ടിൽ ചെന്ന് പറയൂ, ആർ യു റെഡി? ഷീ സെറ്റ് ആർ യു റെഡി? നിങ്ങളതിൻ്റെ ഉത്തരം എഴുതണം. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ റെഡിയാണോ? ഞാൻ പറയട്ടോ. ഷീ സെറ്റ് ആർ യു റെഡി? അപ്പോൾ ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. ഞാൻ റോഡിൽ വെച്ച് സൂരജിൻ്റെ അടുത്ത് ചോദിച്ചു ആർ യു റെഡി? സൂരജ് വീട്ടിൽ ചെന്ന് പറഞ്ഞു ചക്രവാണി സാർ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. എസ് ഓർ നോ ക്വസ്റ്റിന് വെദർന്നോ ഇഫെന്നോ ചേർക്കണം. ആർ യു റെഡി? ചക്രവാണി സാർ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. താങ്ക് യു, ചക്രവാണി സാർ താങ്ക്ഡ് മീ. ഓർമ്മയുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രെയിൻ ഈസ് ഡാഷ് ടൈം. പ്രിപ്പോസിഷൻ എഴുതാനാണ്. ഓൺ ടൈം, ഇൻ ടൈം, ബൈ ടൈം, അറ്റ് ടൈം. ദ ട്രെയിൻ ഈസ് ഡാഷ് ടൈം. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പിന്നീട് എത്തുന്നു, കൃത്യസമയത്താണ്. ഉത്തരം ദ ട്രെയിൻ ഈസ് ഓൺ ടൈം. കൃത്യസമയത്താണെങ്കിൽ ഓൺ ടൈം. ദ ട്രെയിൻ ഈസ് ഓൺ ടൈം. ദ ട്രെയിൻ ഈസ് ഇൻ ടൈം എന്ന് വെച്ചാൽ സമയത്തിന് മുമ്പ്. ഓൺ ടൈം കൃത്യസമയത്തിനാണ് ഓൺ ടൈം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 22ലേക്ക് കിടക്കാം. 50 ക്വസ്റ്റ്യനാണ്. നോ നെഗറ്റീവാണ്. ഗുഡ് ബൈ ടു നെഗറ്റീവ് മറക്കരുത്. 2, നിങ്ങൾ ഉത്തരങ്ങൾ ഗൗരവത്തോടു കൂടി ബുക്കിൽ എഴുതണം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദേ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ദേ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗിന് ഓപ്ഷൻ തരുന്നില്ല, കാരണം അത് നമുക്കൊക്കെ എല്ലാം അറിയത്തക്കതാണ്. ദേ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ വിൽ ദേ ആണ്.
വിൽ ദേ. എത്ര പേർക്ക് ശരിയായി? വില്ലധികം നോട്ട് ഓൺ കൊണ്ട് വിൽ ദേ. ഉത്തരം വിൽ ദേ. അതിന് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. 23 ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. മണിയായിട്ട് അറിയാം. ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ഡോക്ടർ അറൈവ്ഡ് പേഷ്യൻ്റ് ഹാർഡ് ഡൈഡ്. ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ആണ് ഉത്തരം. ഹാർഡ് ലെഫ്റ്റ്. ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. 24 ഹി ഹാസ് ബ്രോട്ട് ദ പെൻ ഡാഷ് ഐ ആസ്ക്ഡ് ഫോർ. ഹി ഹാസ് ബ്രോട്ട് ദ പെൻ ഡാഷ് ഐ ആസ്ക്ഡ് ഫോർ വിച്ച് ഹും ഹൂ ദാറ്റ് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. പെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹി ഹാസ് ബ്രോട്ട് ദ പെൻ ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ. ദാറ്റ് ആണ് ഉത്തരം. ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ. അടുത്തത് 25 ഇഫ് യു ഇൻവൈറ്റഡ് ഹർ ഷീ ഡാഷ് കം. ഇത് എത്ര തീരെ എഴുതിയാടോ? ഇഫ് യു ഇൻവൈറ്റഡ് ഹർ ഷീ വുഡ് കം. ഏ ആണ്. ഷീ വുഡ് കം. ഇവിടെ വുഡാണ്. ഷീ വുഡ് കം. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം. ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം. ഇഫ് യു ഹാൾ ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം. 26 ഷീ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡാഷ് ദ വർക്ക്. ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂ ദ വർക്കാണോ, കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ വർക്കാണോ, കേപ്പബിൾ ഓഫ് ഡസ് ദ വർക്കാണോ, കേപ്പബിൾ ഓഫ് ഡിഡ് ദ വർക്കാണോ? ഷീ ഈസ് കേപ്പബിൾ ഓഫ് സൂരജ്. ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡാഷ് ദ വർക്ക്. ആ ശരിയാണ്. ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ വർക്ക്. കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ വർക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഡൂയിങ് ആണ്. ബി. ഡൂയിങ്. ഡൂയിങ് ദ വർക്ക്. അങ്ങനെ 26 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 26 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലീഡ് നില വേണമെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. നെഗറ്റീവ് എഴുതാത്തവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഡാഷ് ലെറ്റേഴ്സ്. ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഡാഷ് ലെറ്റേഴ്സ് ഹാവ് റൈറ്റിംഗ്. ബി റൈറ്റിംഗ്. സി വാസ് റൈറ്റിംഗ്. ഡി വേർ റൈറ്റിംഗ്. ഇല്ല ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഒന്നായതുകൊണ്ട് ഹാവ് വരില്ല. പിന്നെ ഡി ഓപ്ഷൻ വേറും വരില്ല. ഇവിടെ സെഡ് വന്നതുകൊണ്ട് അവിടെ വാസ് വരും. ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ വാസ് റൈറ്റിംഗ് ആണ് ശരി. ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് വെൻ ഐ റീച്ച്ഡ് ദ ഹൗസ് മദർ വാസ് സ്ലീപ്പിംഗ്. അതേ രൂപമാണ്. He said that his father was writing letters. 28 the lion is dash king of forest. The lion is dash king of forest. A and at the. The lion is the king of the forest. The king of the forest. The ആണ് ഉത്തരം. അല്ലെങ്കിൽ the lion is dash king of beast. ജന്തുക്കളിൽ രാജാവാണ്. അതുകൊണ്ട് the ആണ് ഉത്തരം. 28ന്റെ ഉത്തരം the. 29 ദയർ ഡാഷ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ്. എ ക്രൗഡ് ഓഫ് എന്ന് പറയുന്നത് ഏകവചനമാണ്. അതുകൊണ്ട് വേർ വരില്ല, ഹാവ് വരില്ല. അപ്പോൾ ദയർ വാസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ്. ദയർ വാസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ്. ദയർ വാസ്. അപ്പോൾ ഉത്തരം വാസ് ആണ്. അടുത്തത് 30 ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം. അതിൽ എ കുഡ്, ബി ക്യാൻ, സി മേ, ഡി ഈസ്. ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. മേ ആണ് ഉത്തരം. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡാഷ് ഓഫ് ഫിഷ്. എ ഷോൾ. SHOAL. എ ഷോൾ ഓഫ് ഫിഷ്, ട്രൂപ്പ് ഓഫ് ഫിഷ്, ഗ്യാങ് ഓഫ് ഫിഷ്, ഹെർഡ് ഓഫ് ഫിഷ്. ഇതിൻ്റെ ഉത്തരം എ ഷോൾ. SHOAL. എ ഷോൾ ഓഫ് ഫിഷ്. എ ഷോൾ ഓഫ് ഫിഷ്. അടുത്തത് ഇനി നമുക്ക് 32ലേക്ക് കടക്കാം. ചോദ്യം 32. 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മങ്സ് സന്യാസിമാർ ലിവ് ഇൻ എ ഡാഷ്. മങ്സ് താമസിക്കുന്നത് എ ഓർഫനേജിലാണ്, മൊണാസ്ട്രിയിലാണ്, കോൺവെൻറ്റിലാണ്, ഇഗ്ലൂവിലാണ്. മങ്സ് ഉത്തരം എഴുതിയോ? 32 എഴുതി ഉത്തരം എഴുതിയോ? 32ന്റെ ഉത്തരം മങ്സ് ജീവിക്കുന്നത് ഓർഫനേജിലാണ്, മൊണാസ്ട്രിയിലാണ്, കോൺവെൻറ്റിലാണ്, ഇഗ്ലൂവിലാണ്. മങ്സ് ജീവിക്കുന്നത് മൊണാസ്ട്രിയിലാണ്. അതാണ് ഉത്തരം. മൊണാസ്ട്രിയുടെ സ്പെല്ലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. MONASTERY. മൊണാസ്ട്രി PSCക്ക് ചോദിക്കാൻ പറ്റിയതാണ്. ഇഗ്ലു എക്സിമോകൾ താമസിക്കുന്ന ഐസ് കൊണ്ടുള്ള വീടിൻ്റെ പേരാണ് ഇഗ്ലു. എക്സിമോകളുടെ വീടാണ് ഡി ഇഗ്ലു. അപ്പോൾ 32ന്റെ ഉത്തരം ബി മൊണാസ്ട്രിയാണ്. 33
എ പേഴ്സൺ ഹു അറേഞ്ച് ഫ്യൂണറൽസ്, ശവസംസ്കാര ചടങ്ങുകൾ ഏറ്റെടുക്കുന്ന ആളിന് പറയുന്ന പേരാണ് അറ്റോർണി. ബി മജിസ്ട്രേറ്റ്. സി അണ്ടർടേക്കർ. ഡി സ്കൾപ്ചർ. എ പേഴ്സൺ ഹു അറേഞ്ച് ഫ്യൂണറൽസ്, ശവസംസ്കാര ചടങ്ങുകൾ അറേഞ്ച് ചെയ്യുന്ന ആളിന് പറയുന്ന പേരെന്ത്? ഉത്തരം കിട്ടിയോ? ഉത്തരം അണ്ടർടേക്കർ. അണ്ടർടേക്കർ. അടുത്ത 34 ഓപ്പോസിറ്റാണ് എക്സോണറേറ്റ്സ്. ഇത് 20-20 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ടാണ് 2 ഓപ്പോസിറ്റൊക്കെ വന്നത്. എക്സോണറേറ്റ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പൽ. ബി അക്യൂസ്. സി ഇംപ്രിസൺ. ഡി ബോൾഡ്നെസ്. എക്സോണറേറ്റ്. അപ്പോൾ എക്സോണറേറ്റിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഇത് എഴുതാൻ പറ്റുള്ളൂ. എക്സോണറേറ്റ് നിങ്ങൾ ഏതോ ഉത്തരം എഴുതി കാണും. ഇതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. എക്സോണറേറ്റിൻ്റെ ഓപ്പോസിറ്റ് അക്യൂസാണ്. എക്സോണറേറ്റ് കുറ്റവിമുക്തനാക്കുക, അക്യൂസ് കുറ്റാരോപിതൻ. അപ്പോൾ എക്സോണറേറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് അക്യൂസ്. അക്യൂസ്, അക്യൂസ്ഡ് പേഴ്സൺ. ഓക്കെ. 35 മ്യൂസിലേജ്. മ്യൂസിലേജ്. മ്യൂസിലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉച്ചാരണം ഞാൻ മ്യൂസിലേജ് എന്ന് പറഞ്ഞ നാടൻ ഉച്ചാരണമാണ്. മ്യൂസിലിച്ച് എന്നാണ് ഡിക്ഷണറി കിടക്കുന്നത്. ഞാൻ മ്യൂസിലേജ് എന്ന് പറഞ്ഞു. മ്യൂസിലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? പ്രീസ്റ്റ് ആണോ? പെനാൽറ്റി ആണോ? ഗം, GUM, ഗം. മഫ് ആണോ? മ്യൂസിലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതി കാണും. മ്യൂസിലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗം, പശ എന്നാണ്. പശ, മ്യൂസിലേജ്. അടുത്ത 36 സ്പെല്ലിംഗ് ആണ്. ഞാൻ സ്പെല്ലിംഗ് പറയാൻ പോകുന്നത് നിങ്ങൾ ബുക്കിൽ എഴുതും. ആ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് കംപ്രസർ. കംപ്രസർ എത്ര പേർക്ക് ശരിയാവും അറിയാമല്ലോ? കംപ്രസർ. കംപ്രസർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് നിങ്ങൾ എഴുതാനുള്ളത്. ഉത്തരം COMPRESSOR, കംപ്രസർ. ഇത് എഴുതിയവർക്ക് ശരിയാണ്. COMPRESSOR, കംപ്രസർ. COMPRESSOR, കംപ്രസർ. 36 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കംപ്രസർ. നെഗറ്റീവ് എഴുതില്ലല്ലോ എൻ്റെ സുഹൃത്തുക്കൾ. നെഗറ്റീവ് എഴുതാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇനി 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 50 ക്വസ്റ്റ്യനാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ദ വൈസ് സെർവൻറ്റ്സ് ഡാഷ് എ പ്ലാൻ ടു സ്റ്റോപ്പ് ദ ബഗേഴ്സ് ക്രൈ. ഭിക്ഷക്കാരൻ്റെ കരച്ചിൽ നിർത്താൻ ബുദ്ധിയുള്ള സെർവൻ്റ് ഡാഷ്. ദ വൈസ് സെർവൻ്റ് ഡാഷ് എ പ്ലാൻ, വെൻറ്റ് ഓൺ എ പ്ലാൻ. ദ വൈസ് സെർവൻ്റ് പുട്ട് ഫോർവേഡ് എ പ്ലാൻ, പുട്ട് ഓൺ, കാൾ ഫോർ. 37ൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ദ വൈസ് സെർവൻറ്റ്സ് ഡാഷ് എ പ്ലാൻ ടു സ്റ്റോപ്പ് ദ ബഗേഴ്സ് ക്രൈ. ഇതിൻ്റെ ഉത്തരം ദ വൈസ് സെർവൻറ്റ് പുട്ട് ഫോർവേഡ് എ പ്ലാൻ ടു സ്റ്റോപ്പ് ദ ബഗേഴ്സ് ക്രൈ. ബഗേഴ്സ് ക്രൈ. 38 വൺ ഹു നോസ് എവരിതിങ്. എല്ലാം അറിയാവുന്ന ഒരാളിന് പറയുന്ന പേര് ഓപ്റ്റിമിസ്റ്റ്, ഒമിനിസെൻസ്, ഒമിനിപൊട്ടൻസ്. 3 ഓപ്ഷനേ ഉള്ളൂ, ഒരെണ്ണം കൂടെ എഴുതാൻ സ്ഥലമില്ല. വൺ ഹു നോസ് എവരിതിങ്, എല്ലാം അറിയാവുന്ന ഒരാളിന് പറയുന്ന പേരാണ്, പറയൂ, എല്ലാം അറിയാവുന്ന ഒരാൾ. അതിൻ്റെ ഉത്തരം ഒമിനിസെൻ്റ് ആണ്. OMNICIENT, ഒമിനിസെൻറ്റ്. ഒമിനിപൊട്ടൻ്റ് സർവ്വവ്യാപിയാണ്. ഒമിനിപൊട്ടൻ്റ് സർവ്വവ്യാപി. ഓപ്റ്റിമിസ്റ്റ് ഓപ്പോസിറ്റ് പെസിമിസ്റ്റ്. അപ്പോൾ 38ൻ്റെ ഉത്തരം ഒമിനിസെൻ്റ് ആണ്. വൺ ഹു നോസ് എവരിതിങ്. 39 ടു ഷോ വൈൽഡ് ഓട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അന്ന് ആർക്കും കിട്ടിയില്ല. ടു ഷോ വൈൽഡ് ഓട്സ്, ഇതിൻ്റെ അർത്ഥമാണ് പറയേണ്ടത്. ടു ഇൻഡൾജ് ഇൻ യൂത്ത്ഫുൾ ഫ്രിവോലിറ്റീസ്, ടു ഡു സംതിങ് മിസ്ചീഫ്, ടു ഡു സം അഗ്രികൾച്ചർ വർക്ക്. ടു ഷോ വൈൽഡ് ഓട്സ്, വളരെ ആവേശം കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഉത്തരം പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ടു ഇൻഡൾജ് ഇൻ യൂത്ത്ഫുൾ ഫ്രിവോലിറ്റീസ്. ഫ്രിവോലിറ്റീസ് ചാവല്യങ്ങൾ. ഫ്രിവോലിറ്റീസ് ചാവല്യങ്ങൾ. അപ്പോൾ ടു ഷോ വൈൽഡ് ഓട്സിൻ്റെ അർത്ഥം ടു ഇൻഡൾജ് ഇൻ യൂത്ത്ഫുൾ, യുവാവിന് യോജിച്ച രീതിയിലുള്ള ഫ്രിവോലിറ്റീസ്, ചാവല്യങ്ങൾ, ആവേശകരമായ പ്രവർത്തനങ്ങൾ. അതാണ് ടു ഷോ വൈൽഡ് ഓട്സിൻ്റെ അർത്ഥം ടു ഇൻഡൾജ് ഇൻ യൂത്ത്ഫുൾ ഫ്രിവോലിറ്റീസ് എന്നാണ്. ഇനി നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ഈ ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറയുന്നത് അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ?
ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണോ, ഇത് ഏത് തരം വാക്യമാണ്? ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറഞ്ഞ ഉത്തരം നിങ്ങൾ എഴുതി കാണും. ഇത് നമ്മളെ തെറ്റിക്കാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. അവിടെ ഒരു ആശ്ചര്യ ചിഹ്നം ഇല്ല. ആ സീൻ കണ്ടുകൊണ്ട് ചിലർ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് എഴുതും. അപ്പോൾ 40ന്റെ ഉത്തരം അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് ഓർമ്മയുണ്ടോ? അടുത്തത് 41. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഷീ ഈസ് വൺ ദാറ്റ് ഹും വിച്ച്. ഷീ ഈസ് വൺ ഹും വി ക്യാൻ ട്രസ്റ്റ്. ഹും ആണ് ഉത്തരം. ഹും വി ക്യാൻ, ഹും ഐ, ഹും ദേ. അടുത്തത് 42. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. രണ്ടെണ്ണം ഉള്ളതാണ്. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. മാംഗോ ഈസ് സ്വീറ്റർ ദാൻ ആപ്പിൾ. സ്വീറ്റർ ആണ് ഉത്തരം. സ്വീറ്റർ ദാൻ രണ്ടെണ്ണം ഉള്ളത്. കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. 43. ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പർ. ഇതിൻ്റെ പാസീവ് വോയിസ് ആണ്, അതുകൊണ്ട് ഉത്തരം എഴുതിയിട്ടില്ല. ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. നിങ്ങൾ അവർ പേപ്പേഴ്സ് കൊണ്ട് എഴുതണം. എത്ര പേർക്ക് എൻ്റെ കുട്ടികൾക്ക് ശരിയാവും? 4 ഓപ്ഷൻ വേണമെങ്കിൽ എനിക്ക് തരാമായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികൾ ഓപ്ഷൻ ഇല്ലാതെ എഴുതണമല്ലോ. അതിനല്ലേ ഇത്രയും കാലം പ്രവർത്തിച്ചത്, അതിനല്ലേ 40 ലെസൺ തീർത്തത്. അപ്പോൾ ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. സുരേഷ്, ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. ഷീ വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. ആദ്യം അവർ പേപ്പേഴ്സ് എന്ന് തുടങ്ങണം. അപ്പോൾ ഇത് ING ഉണ്ട്. അപ്പോൾ വാസ് കറക്റ്റിങ്ങിൻ്റെ പാസീവ് വോയിസ് വാസ് ബീയിങ് കറക്റ്റഡ്. ഇതിൻ്റെ മുകളിൽ വാസ് ബീയിങ് കറക്റ്റഡ് എന്ന് എഴുതണം. അടുത്ത് അവർ പേപ്പേഴ്സ് ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് വെയർ. അവർ പേപ്പേഴ്സ് വെയർ ബീയിങ് കറക്റ്റഡ് ബൈ ഹർ. അവർ പേപ്പേഴ്സ് WER വെർ ബീയിങ് കറക്റ്റഡ് ബൈ ഹർ. ഒരിക്കൽ കൂടെ അവർ പേപ്പേഴ്സ് വെർ ബീയിങ് കറക്റ്റഡ് ബൈ ഹർ. 44. ഹീ ഈസ് ഡാഷ് ഓണറബിൾ മാൻ. ദയുണ്ട്, എയുണ്ട്, ആനുണ്ട്, ദാറ്റുണ്ട്. ഹീ ഈസ് ആൻ ഓണറബിൾ മാൻ. ആൻ ഓണറബിൾ മാൻ. അതേസമയം എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ യുണൈറ്റഡ്, എ 1 റുപ്പി നോട്ട്, എ ഇയർ, എ യൂസ്ഫുൾ, എ യുണൈറ്റഡ്. ഓർമ്മയുണ്ടോ എൻ്റെ കുട്ടികൾക്ക്? 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ വി വെയർ യങ്. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. നമ്മൾ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വെൻ വി വെയർ യങ് വി ക്യാൻ പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. വി മേ പ്ലേ, വി മൈറ്റ് പ്ലേ. ഉത്തരം നിങ്ങൾ തന്നെ പറയും. വെൻ വി വെയർ യങ് വി കുഡ് പ്ലേ ആണ് ശരി. വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. നൈദർ ഓഫ് ദ ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. ക്വസ്റ്റ്യൻ്റെ ആകാണ്, നിങ്ങൾ തന്നെത്താൻ എഴുതൂ. എൻ്റെ കുട്ടികൾ എവിടെ? എൻ്റെ കുട്ടികൾ ഇത് ഉറങ്ങുന്ന ആരാ? അവിടെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആരാ? ആരോടെ? അവിടെ മലപ്പുറം, വയനാട്, കാസർഗോഡ്, ഇടുക്കി. നൈദർ ഓഫ് ദ ബ്രദേഴ്സ് ന്യൂ ദി ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ. ഈ ക്വസ്റ്റ്യൻ ടാഗ് എനിക്ക് എഴുതണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നോ, ന്യൂ, നോൺ അത് ഞാൻ എഴുതിയാലേ എനിക്ക് ശരിയാവുള്ളൂ. ന്യൂ 2ാമത്തെ വരി, ഡിഡ് അധികം നോ. നൈദറിനകത്ത് നോട്ട് ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഡിഡ് ദേ എന്നാണ്. എത്ര പേർക്ക് കിട്ടി? ഡിഡ് ദേ. ഡിഡ് എവിടെ നിന്ന് കിട്ടി? ന്യൂ 2ാമത്തെ വരി. അടുത്തത് 47. You will get high marks. You will get high marks if you worked hard. If you hard worked hard. If you has worked hard. If you work hard. If you invite I will come. അതാണ് വരി. If you invite I will come. ഏതാ സുരജ വരി? You will get high marks. പറയൂ. If you work hard ആണ് ശരി. ഏത് വരി? If you invite I will come. If you invite I will come. അതാണ് ഇവിടെ കിടക്കുന്നത്. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. നിങ്ങൾക്ക് ഹൈ മാർക്ക് കിട്ടും ഇഫ് യു വർക്ക് ഹാർഡ്. അതേസമയം ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഗെറ്റ് ഹൈ മാർക്ക്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 50 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറാണ് പുലർച്ചെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ സവിസ്തരം കമൻറ്റിൽ
കമൻറ്റ് ബോക്സിലിടണം. കാരണം ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം, ഇത് എത്ര പേര് കണ്ടോ അത്രയും പേരുടെ കമൻറ്റ് വരണം. 1000 പേര് കണ്ടാൽ 1000 പേരുടെയും കമൻറ്റ് വേണം. അല്ലാതെ വന്ന് കണ്ടിട്ട് ആരും അറിയാതെ തലയിൽ മുണ്ടൂട്ടുകൊണ്ട് പോകാനുള്ളതല്ല ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. നമ്മൾ ഒരുപാട് എഫർട്ട് എടുക്കുകയാണ്. ആ എഫർട്ട് എടുക്കുന്നതിൻ്റെ ഫലം നിങ്ങളുടെ കമൻറ്റിൽ കൂടിയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് കമൻറ്റ് എഴുതാൻ പറ്റാത്ത ഒരാൾ പോലും ഈ ക്ലാസ് കാണരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും. ചിലപ്പോൾ ഞാൻ ഇതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. ഞാൻ 1-2 മിനിറ്റ് തെറ്റുകൾ പറഞ്ഞ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും തിരുത്തും. കാരണം ഞാൻ സർവജ്ഞനൊന്നുമല്ല, എനിക്കും തെറ്റുകൾ സംഭവിക്കും. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് ഇംഗ്ലീഷിൻ്റെ 50 മാർക്കിൻ്റെ ടെസ്റ്റ് പേപ്പർ കാണുന്നോ അത്രയും പേരുടെ കമൻറ്റ് വേണം. ആ കമൻറ്റ് എഴുതാത്തവർ ഈ ക്ലാസ് കാണരുത് എന്ന് ഞാൻ താഴ്മയോടുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശരി, 48ാമത്തെ ക്വസ്റ്റ്യൻ. പേഷ്യൻ്റ് ടു ഡോക്ടർ, ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്? ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്? ദ പേഷ്യൻ്റ് ആസ്ക് ദ ഡോക്ടർ. ബാക്കി നിങ്ങൾ എഴുതണം. ദ പേഷ്യൻ്റ് ആസ്ക് ദ ഡോക്ടർ. ബാക്കി നിങ്ങൾ എഴുതണം. ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്? അപ്പോൾ ദ പേഷ്യൻ്റ് ആസ്ക് ദ ഡോക്ടർ whether she could take solid food. Whether she could take could take solid food. Kharam liquid opposite. അപ്പോൾ ദ പേഷ്യൻ്റ് ടു ഡോക്ടർ, പേഷ്യൻ്റ് ഡോക്ടറുടെ ചോദിച്ചു ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്? The patient asked the doctor whether she could take solid food. Yes or no question, whether or no, if or no ചേർക്കണം. 49ാമത്തെ ക്വസ്റ്റ്യൻ. Nobody should be deprived. Deprivedൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വരും. Deprived ഇവിടെ 4 ഉണ്ട്, which ഉണ്ട്, 2 ഉണ്ട്, ഓഫ് ഉണ്ട്. എത്ര പേർക്ക് ശരിയായി എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ nobody should be deprived. സൂരജ്, ഡിപ്രൈവ്ഡ് ഓഫ് കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. ഡിപ്രൈവ്ഡ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ലോട്ട് ഓഫ്, അക്യൂസ് ഓഫ്, ഫോണ്ട് ഓഫ്. ഡിപ്രൈവ്ഡ് ഓഫ്. നോബഡി ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഒരാൾക്കും അവസരം നഷ്ടപ്പെടരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ. ആർ യു ഹാപ്പി? ഹൗ വാസ് ദ എക്സാമിനേഷൻ? ശരി. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബാച്ചിലർ. ബാച്ചിലർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ബാച്ചിലർ, അൺമാരീഡ് മാനാണ് ബാച്ചിലർ. അപ്പോൾ ബാച്ചിലർ എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് എഴുതാനുള്ളത്. ഇത് മസ്കുലിൻ ജെൻഡറാണ്. ലേഡി ഉണ്ട്, മാഡം ഉണ്ട്, MAID മെയ്ഡുണ്ട്, നൺ ഓഫ് ദ എബോവ് ഉണ്ട്. അപ്പോൾ ബാച്ചിലർ എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡർ മെയ്ഡ് ആണ്. MAID, അൺമാരീഡ് ഗേൾ. അൺമാരീഡ് ഗേൾ, മെയ്ഡ് ആണ് ഉത്തരം. അങ്ങനെ 50 ക്വസ്റ്റ്യൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മഴ പെയ്തു തീർന്ന ഒരു പ്രതീതിയാണ്. പിന്നീട് ഉത്സവത്തിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കുട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുന്ന് ഈ ടെസ്റ്റ് പേപ്പർ എഴുതി കാണും. നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തണം. 50-ന് എത്ര കിട്ടി? 50-ന് 50 കിട്ടിയവർ എത്ര പേര്? 40 കിട്ടിയവർ എത്ര പേര്? അപ്പോൾ ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ച 2 ക്വസ്റ്റ്യൻസാണ്. 2 ഫുൾ ക്വസ്റ്റ്യനും 1 ക്വസ്റ്റ്യൻ്റെ പകുതിയും. അങ്ങനെ 20 + 20 + 10, അങ്ങനെ 50 ക്വസ്റ്റ്യനും PSCക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.